വിളിച്ചിട്ട് വരുന്നില്ല. അച്ഛനെ കൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് ഷേവ് ചെയ്യിക്കുമ്പോൾ പരിപാടി. പോയിട്ടിരുമ്പ അവിടുത്തെ വഴിയെ കൂടെ ഇപ്പം വണ്ടിക്കത്തല്ലേ പോകുന്നത് നമ്മള്? വാ, എളുപ്പം പോരാം. വാ, ഓക്കെ. ഷേവ് ചെയ്തിട്ട് നമുക്ക് ഞങ്ങൾ ഷേവ് ചെയ്തിട്ട് പോകും. ഒന്നിനും വിളിച്ചില്ല. കള്ളം പറയല്ലേ? വിളിക്കാറില്ല. ഇഷ്ടം പോലെ കള്ളു കുടിച്ചിട്ടുണ്ടോ? ഞാൻ പോകുന്നെങ്കിൽ അത് ഇവിടെ തന്നെ പുറത്തുവിട്ടുള്ളത്. ഇതുകൊണ്ടും തന്നെ ഇവിടെ തന്നെ ഈ ഏരിയയിൽ കൂടെ വന്നിട്ടുള്ളത്. ഏത് ഏരിയ? ഇതിനു മുമ്പ് ഞങ്ങൾ ഷേവൊക്കെ ചെയ്ത് കുട്ടപ്പനായി ഇല്ല അച്ഛാ. നേരെ ഒരു ചായ കുടിക്കാൻ വേണ്ടി വന്നു. ചായ കുടിക്കാൻ നേരം അച്ഛനൊരു കേക്കും കൂടെ മേടിച്ചു. ചോ ഓയ് എന്തോ ആലോചിക്കുന്നേ? കുമാരണ്ണം കൈ കാണിക്കുന്നു അച്ഛന്. അച്ഛൻ്റെ മൈൻഡ് വേറെ എന്തുകൊണ്ടാണ്. നോക്ക്, ഓയ് ഓയ് ഞങ്ങള് അച്ഛൻ തന്ന സ്നേഹത്തോടെ ബൈജുന് കേക്ക് കൊടുക്കുന്നു. ചായ പിടിക്കച്ചാ, ചായ പിടിക്ക്. അത് വെച്ചോ അച്ഛൻ, അത് അച്ഛൻ്റെ ആയിരുന്നു. അത് മേടിക്കടാ. അച്ഛൻ തരുമില്ല. കുമാരനൊക്കെ നല്ല അടിപൊളി ചായ കേട്ടോ. അവിടെ അടിപൊളി ചായ ഉണ്ട്, വടയുണ്ട്. നമ്മുടെ ഉറ്റിക്കവല ജംഗ്ഷൻ എത്തുന്ന പാലയുടെ തൊട്ട് പാലയില്ല. നല്ല അടിപൊളി കേക്കും ചൂട് വടയും ചായയൊക്കെ ഉണ്ട്. അറിയോ കുമാരനൊക്കെ അറിയാം. കുറവായോണ്ടേ കറക്റ്റായിട്ട് അറിയത്തില്ല. ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇല്ല അച്ഛാ, എനിക്ക് കൈ വെച്ചോണ്ടിരിക്കുക. അച്ഛൻ കഴിച്ചോ? എനിക്ക് വേണ്ട. അച്ഛൻ കഴിക്കും. ഇതുണ്ടോ? നമ്മള് നേരെ വീട്ടിട്ടോ. ചോറും അച്ഛന് ചോറും ചക്കവീരും ചീരത്തോരനും മീൻ കറിയുണ്ട്. പച്ചച്ചീരയാണ് എന്നിട്ട് പച്ച ചീര. ചീര വേറെ ചേരുവകളൊന്നും ചേർക്കത്തില്ല, എണ്ണയൊന്നും എടുക്കില്ല. ചീര എടുത്തിട്ട് നമ്മുടെ ചീര റെഡിയായിക്കൊണ്ടിരിക്കും. മൊബൈൽ റെഡിയായി. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചോടും, സ്വല്പം. മീൻചാറും അവിയലും ചീരത്തോരനും. 1 2 3 4 5 6 7 8 8 9 10 11 പിന്നെ കഴിക്കൂ. അധികം കഴിക്കൂ. കഴിച്ചു. ഇതങ്ങോട്ട് പേരെ കഴിക്കണേ. നല്ല എടുത്തു കുറച്ച് കഴിച്ചാൽ മതി. ശകലം കഴിക്കട്ടെ. ശകലം ചോറായി. ശകലം കഴിച്ചാൽ മതി. ശകലം കഴിച്ചാൽ മതി. ഇതിട്ടേ ഇതും കൂടി ഇളക്കി കഴിച്ചാൽ മതി. പാട്ട് പിന്നെ പാടാം. കഴിച്ചു. പിന്നെ പാട്ട് പാടാം. കഴിക്കും.
അത് കഴിക്കച്ച. തലമുടി വെട്ടാൻ ഞങ്ങൾ പോയപ്പോൾ അച്ഛൻ ഒരു കേക്ക് കഴിച്ചു, ചായയും കുടിച്ചു. അതുകൊണ്ടാണ് തോന്നുന്നു വിശപ്പില്ലാത്തത്. ചക്കവിയൽ, ഇന്നലത്തെ ചക്കയുടെ ബാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നു, അതെടുത്ത് അവിയൽ വെച്ചു. ചീര തോരൻ വെച്ചു. പിന്നെ ഇന്നലത്തെ മീൻകറി ഉണ്ടായിരുന്നു. കാലത്ത് നല്ല ചോറ് തന്നെ, ഈ കൂട്ടാനും നല്ലത് തന്നെ. കഴിക്കുന്നില്ല, എല്ലാം ഇളക്കി വെച്ചിട്ട്. ഇത് ഞാൻ കൊടുത്തിട്ടുമില്ല, ഞാൻ ആർക്കും കൊടുത്തിട്ടുമില്ല, ഒരു സാധനവും കൊടുത്തിട്ടില്ല, പൈസ ഞാൻ കൊടുത്തിട്ടില്ല. എൻ്റെ ഇരുന്നു കഴിച്ചു. ചായ കേക്ക് എത്തുന്നുണ്ടാണ്. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഇന്നലെ പ്രോഗ്രാമിന് വന്നവരെല്ലാം വീട്ടിൽ വന്ന് അച്ഛനെ കണ്ടിട്ടാണ് പോയത്. ഇതുപോലെ ഇന്നലെ പ്രോഗ്രാമിന് എല്ലാവരും വീട്ടിൽ വന്നിട്ടാണ് ഞങ്ങൾ സ്റ്റേജിലോട്ട് പോയത്. എല്ലാവരും അച്ഛനെ കാണാൻ വേണ്ടിയിട്ടാണ് വൈകിട്ട് വീട്ടിൽ വന്നത്. അവരൊക്കെ ഒരു 8 മണിയാകുമ്പോഴത്തോടെ വന്നു. ശംഭുവിനെ കണ്ടപ്പോഴേ അച്ഛൻ ചിരിച്ച് അവൻ്റെ അടുത്ത് ഇരിക്കാനൊക്കെ പറഞ്ഞു. ഇപ്പോൾ ശംഭു പാട്ട് പാടും, അച്ഛൻ്റെ പാട്ടാകുമ്പോൾ അതുപോലെ പാടി കേൾപ്പിച്ചു. പിന്നെ ബൈജു ഉണ്ടായിരുന്നു, പ്രയുത്തുണ്ടായിരുന്നു, ഞങ്ങളുടെ ബിജു ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ദീപ് നവായിക്കടം അവൻ എത്തി. അപ്പോൾ എല്ലാവരും വീട്ടിൽ വന്നതിന് ശേഷം, അച്ഛനെ കണ്ടതിന് ശേഷം ഞങ്ങൾ പതുക്കെ സ്റ്റേജിലോട്ട് പോയി. ബിനിലും ഉണ്ടായിരുന്നു, അരുണും ഉണ്ട്. അരുണ് അപ്പുറത്ത് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ കണ്ടിട്ട് പോയപ്പോഴത്തേക്കാണ് ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ വളരെ സന്തോഷം. എല്ലാ സുഹൃത്തുക്കളും അച്ഛനെയും കാണാൻ വന്നു. ഞങ്ങൾ എന്നിട്ട് ഇതിന് ശേഷമാണ് പ്രോഗ്രാം സ്ഥലത്തേക്ക് പോയത്. ഇന്നലെ പ്രോഗ്രാം സ്ഥലത്ത് നല്ല സന്തോഷമായിരുന്നു. അവിടെ അവനിക്ക് ഉപഹാരവും ആദരവും ഒക്കെ തന്നു. ഇന്നലെ ചേത്തടി കരുമലക്കാട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ തിരു ഉത്സവത്തോടനുബന്ധിച്ച് ഞങ്ങളുടെ ഷോ ഏകദേശം ഒരു 10 മണിയോട് കൂടിയാണ് ആരംഭിച്ചത്. ഏറ്റവും സന്തോഷമുള്ള കാര്യം, ഞങ്ങളുടെ ഗുരുനാഥൻ കൂടിയായ രഞ്ജിത്ത് ചെങ്ങമനാട്, രഞ്ജിത്ത് അണ്ണൻ ആ സ്റ്റേജിൽ എത്തിയിരുന്നു. അപ്പോൾ അണ്ണൻ വന്നപ്പം ഞങ്ങളെന്തെങ്കിലും അണ്ണനെ കൊണ്ടൊരു പരിപാടി കൂടി ചെയ്തിട്ടാണ് വിട്ടത്. കാരണം ഗെയിം ഷോയുടെ സമ്മാനദാനം അണ്ണൻ കൊടുത്തു. അപ്പോൾ അണ്ണനും ഞങ്ങൾക്ക് വളരെ സന്തോഷമായി രഞ്ജിത്ത് അണ്ണൻ ഞങ്ങളുടെ കൂടെ ആ സ്റ്റേജിൽ വന്നപ്പോൾ. അതുപോലെ തന്നെ വളരെ മനോഹരമായൊരു പരിപാടിയായിരുന്നു. നല്ല ക്രൗഡായിരുന്നു. ഭാഗ്യത്തിന് മഴയൊന്നുമില്ലായിരുന്നു. നല്ല പ്രോഗ്രാമായിരുന്നു. പ്രോഗ്രാമിന് ശേഷം ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ വെട്ടിക്കാടിയിൽ നിന്നൊരു 2 കിലോമീറ്ററേ ഉള്ളൂ ചെങ്ങമനാട് സ്ഥലം. എൻ്റെ സ്വന്തം നാട് തന്നെയാണ്. ക്ഷേത്ര ഉപദേശക സമിതി എന്നെ ആദരിക്കുകയുണ്ടായി. അത് വളരെ സന്തോഷമായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ പ്രിയ സുഹൃത്ത് പൊടി ചേത്തടിയാണ് എൻ്റെ ഈ ഷോ ബുക്ക് ചെയ്തത്. പ്രോഗ്രാമിന് ശേഷം ക്ഷേത്ര ഉപദേശക സമിതി എന്നെ ആദരിച്ചു. ബഹുമാന്യായ പ്രസിഡൻറ്റ് ഡോക്ടർ വിജയ് സന്തോഷ് കുമാർ സന്തോഷേട്ടനെ ഇന്ന് ഉപഹാരം സ്വീകരിച്ചു. പിന്നെ എൻ്റെ കൂട്ടുകാരൻ വിനോദ് പൊന്നാട അണിയിച്ചു. പൊടിയുണ്ടായിരുന്നു. പൊടി എനിക്ക് മൊമെൻറ്റോ തന്നു. വളരെ സന്തോഷമായിരുന്നു. വളരെ ഹാപ്പിയായി. സ്വന്തം നാട്ടിൽ ഒരു അംഗീകാരം കിട്ടുമെന്ന് പറഞ്ഞത് ഏതൊരു കലാകാരൻ്റെയും സ്വപ്നമാണ്. അപ്പോൾ വളരെ സന്തോഷം. താങ്ക് യു പൊടി. ബാബാ ശകലം കഴിയും. ഓ അപ്പം ഇരിക്കും ഇവിടെ. ഇവിടെ ഇരിക്കും. ഇവിടെ ഇരുന്നു. ഇവിടെ ഇരുന്ന് കഴിച്ചിട്ട് പോ. അവിടെ ഇരിക്കും. വേണം, അവിടെ നിന്ന് കഴിച്ചാൽ മതി. അവിടെ ഇരുന്നു. അച്ഛൻ അവിടെ ഇരുന്നു. താല്പര്യമില്ല കഴിക്കാൻ. ഇവിടെ ഇരിക്കും. ശകലം കഴിക്കാം. ഇവിടെ ഇരിക്കും. 3ാമത്തെ ഒട്ടം എണീറ്റ് പോകുന്നു. ഇവിടെ ഇരിക്കും. ഇവിടെ ഇരിക്കും. ഇവിടെ ഇരിക്കും. കുറച്ച് കഴിച്ചാൽ മതി. വാ സാറേ. എനിക്ക് കഴിക്കാൻ ഇന്നും ചക്കവേലാണ്. ഇന്നും ചക്കവേലുണ്ട്, കാന്താരിമുളക്, ഒരു മീൻ കഷ്ണമുണ്ട്, പിന്നെ പച്ചച്ചീരയാണ്. പച്ചച്ചീരയുടെ തോരൻ. അപ്പോൾ അച്ഛൻ കഴിച്ചില്ല. അച്ഛന് താല്പര്യമില്ലെന്ന് തോന്നുന്നു. കാരണം അച്ഛൻ മുമ്പേ ഒരു കേക്കും ഷേവ് ചെയ്യാനും മുടി വെട്ടാനും പോയപ്പോൾ കേക്കും ഇവിടെ ഒരു കേക്കും ചായയും കുടിച്ചു. അപ്പോൾ ഞാനും കഴിക്കാൻ പോവാണ്. ഇന്ന് പ്രോഗ്രാമുണ്ട്. ഇന്നത്തെ പ്രോഗ്രാം കൊട്ടാരക്കര പുൽമൺ ഭരണിക്കാവ് ക്ഷേത്രത്തിലാണ്. ഇന്ന് ലാസ്റ്റ് ദിവസം അവിടെ ഘോഷയാത്രയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഒരു 10 മണിയും വെറും 10-10:30 ആകുമ്പോഴത്തേക്ക് പ്രോഗ്രാം തുടങ്ങും. ഓക്കെ, ഞാൻ കഴിക്കാൻ പോവാണ്. അടിപൊളി ചീരത്തോരൻ, ചക്കവേലി, കാന്താരി. ഇതിൽ പഴം കൊടുത്തു. പഴം കഴിച്ചു കൊടുക്കും. നല്ലതാണ്. അത് വേണ്ട. അപ്പം ഈ ചോറൊക്കെ തന്നെ ഭയങ്കര മടിയാണ്. ഫസ്റ്റ് ക്ലാസ്. അതൊന്ന് മാറ്റി വെച്ചു. വേണമെങ്കിൽ പിന്നത്തെ കഴിക്കുക, അല്ലെങ്കിൽ മാറ്റി കളയാം.
എന്തായാലും എനിക്കത് ചായയും കേക്കും കഴിച്ചുകൊണ്ടായിരിക്കും വേണ്ടാത്ത. ഇന്ന് ഷേവ് ഒക്കെ ചെയ്ത് കുട്ടപ്പനായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഓക്കെ, ഇന്ന് നമ്മുടെ ചോറ് കഴിച്ചില്ല. അച്ഛൻ ഏത്തപ്പഴം കഴിക്കാം കേട്ടോ. ഓക്കെ ഓക്കെ. ഓക്കെ.